സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതായിരിക്കും. അതായത് നമ്മുടെ കെമിസ്ട്രിയുടെ ടോപ്പിക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇന്നത്തെ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ റിവിഷനും അതുപോലെ തന്നെ നമുക്ക് മോഡൽ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡുകൾ എന്താണ്, ബേസുകൾ എന്താണെന്നുള്ള കാര്യമൊക്കെ വിശദമായി പഠിച്ചു. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും പഠിച്ചു. അപ്പോൾ ഇനി വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. സോഡിയം എന്ന് പറയുമ്പോൾ Na, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ OH അല്ലേ. അപ്പോൾ ഈ NaOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണെന്നുള്ള കാര്യവും നിങ്ങളിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. NaOH എന്താണ്, ഒരു സ്ട്രോങ് ബേസ് ആണ്. വെള്ളത്തിൽ അലിയിക്കുമ്പോൾ അത് OH- അയോണുകളെ ഉൽപ്പാദിപ്പിക്കും. അതാണല്ലോ അലീനീസ് തിയറിയിൽ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ക്ലോർ ആൽക്കലി പ്രോസസ്. എന്താണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറിൻ ഗ്യാസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആൽക്കലി ആയിട്ടുള്ള NaOH കിട്ടും. അപ്പോൾ NaOH എന്ന് വെച്ചാൽ ബേസ് ആണ്. ബേസ് വെള്ളത്തിൽ നമ്മൾ അലിയിക്കുമ്പോഴാണല്ലോ അത് ആൽക്കലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരേ സമയം ക്ലോറിൻ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ക്ലോറിനും അതുപോലെ തന്നെ ആൽക്കലിയും കിട്ടുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മളിനെ വിളിക്കുന്ന പേര് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. എന്താ പ്രോസസ്സ്? വളരെ സിമ്പിളാണ്. നമ്മൾ സോഡിയം ക്ലോറൈഡ് അഥവാ നമ്മുടെ ഉപ്പുണ്ടല്ലോ NaCl, അതിനാണ് ബ്രൈൻ എന്ന് വിളിക്കുന്നത്. അതിനെ അങ്ങോട്ട് ഇലക്ട്രോളിസിസ് ചെയ്യും. 2 ഇലക്ട്രോഡ് കൊടുക്കുന്നു, കറണ്ട് കൊടുക്കുന്നു, ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന NaOH കിട്ടും. NaOH മാത്രമല്ല കിട്ടുന്നത്, ക്ലോറിൻ ഗ്യാസും കിട്ടും, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. അങ്ങനെ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. അപ്പോൾ എന്താണ് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നോക്കടാ, സിമ്പിളായിട്ട് നമ്മൾ ഒരു ബീക്കർ എടുക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബീക്കർ എടുക്കുന്നു. എന്നിട്ട് ഈ ബീക്കറിൽ 2 ഇലക്ട്രോഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡും സൊല്യൂഷൻ ഉപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരിടത്ത് പോസിറ്റീവും നെഗറ്റീവും കൊടുത്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? NaOH കിട്ടും. പക്ഷേ അങ്ങനെ NaOH കിട്ടിയത് കൊണ്ട് നമുക്ക് ഇൻഡസ്ട്രിയലി വലിയ ഉപയോഗമൊന്നും ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രിയലി നമ്മൾ ഈ പറയുന്ന സോഡിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോർ ആൽക്കലി പ്രോസസ്സ് തന്നെ അത് ചെയ്യുന്നത് ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിലാണ്. ആ അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് മെമ്പറൈൻ സെല്ല്. ഇതാണ് മെമ്പറൈൻ സെല്ല്. അപ്പോൾ മെമ്പറൈൻ സെല്ലാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് വച്ച് നമുക്ക് ആദ്യം ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് ഇതിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്ലോർ ആൽക്കലി പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്പറൈൻ സെല്ല് വേണം. അപ്പോൾ ഒരു മെമ്പറൈൻ സെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബീക്കർ എടുക്കും. ആ ബീക്കറിൽ നടുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെമ്പറൈൻ വയ്ക്കും. അതുകൊണ്ടാണല്ലോ മെമ്പറൈൻ സെല്ല് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? ഒരു മെമ്പറൈൻ വയ്ക്കും. ഈ മെമ്പറൈൻ്റെ പ്രത്യേകത, ഇത് അയോണുകളെ ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. ഒരു ഡയറക്ഷനിൽ മാത്രമേ അയോണിനെ മൂവ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഇടതുവശത്തൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ NaCl അഥവാ നമ്മുടെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രൈനിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇപ്പുറത്തെ വശത്തൂടെ നമ്മൾ എന്ത് ചെയ്യും, H2O എന്ന വെള്ളത്തിനെ ആഡ് ചെയ്യും. ഇവിടെ നിന്ന് പുറത്തോട്ടും ഇവിടെ നിന്ന് ഒരു ഔട്ട്ലെറ്റും ഉണ്ടാവും. അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് പറയാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയായിട്ട് ഒരു ആനോഡിനെ വയ്ക്കും, ഇവിടെയായിട്ട് ഒരു കാഥോഡിനെയും വയ്ക്കും. രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പോസിറ്റീവ്. പോസിറ്റീവ് കൊടുത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുന്നത്, ആനോഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. ഇതാണ് എന്തെന്ന് പറയുന്നത്, കാഥോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, NaCl ഈ പറയുന്ന ആനോഡിൻ്റെ ഇവിടെ എത്തുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുന്നു. നിങ്ങൾക്കറിയാം എന്തൊക്കെയായിട്ട് മാറും, Na+ഉം Cl- ആയിട്ട് മാറും. Na+ഉം Cl- ആയിട്ട് മാറും. ഈ Na+ഉം Cl- ആനോഡിൻ്റെ ചാർജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോസിറ്റീവാണ്. അപ്പോൾ ഈ പറഞ്ഞ Cl- എങ്ങോട്ട് പോകും, ഈ പോസിറ്റീവിലോട്ട് പോകും. എന്ത് പറ്റും, 2 Cl- ഈ പറഞ്ഞ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Cl2 എന്ന് പറയുന്ന ഗ്യാസായിട്ട് മാറും. +2 ഇലക്ട്രോണിനെയും കിട്ടും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ സർക്യൂട്ടിലൂടെ പോയിട്ട് എവിടെ എത്തും, കാഥോഡിലെത്തും. അപ്പോൾ കാഥോഡിൽ എന്തുണ്ട്, 2 ഇലക്ട്രോൺസ് വെച്ച് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 2 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ ആരാ ഉള്ളത്, വെള്ളമല്ലേ. ഈ H2O റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് നമുക്ക് 2 H2O കൊടുക്കാം.
അപ്പോൾ രണ്ട് H2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് H2 എന്ന് പറയുന്ന ഗ്യാസും അതുപോലെ രണ്ട് OH മൈനസ് എന്ന് പറയുന്ന അയോണിനെയും ഉൽപ്പാദിപ്പിക്കും. H2 ഗ്യാസും രണ്ട് OH മൈനസ് അയോൺസിനെയും ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇവിടെ Cl പോയി, പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? Na+ൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ. ഈ മെമ്പറൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇത് ഒരു ഡയറക്ഷനിലോട്ട് അയോൺസിനെ കണ്ടക്ട് ചെയ്യും. അതായത് ഈ Na എങ്ങോട്ട് കണ്ടക്ട് ചെയ്യും? ഇത് ഇങ്ങോട്ട് കടത്തിവിടും. പോസിറ്റീവ് അയോണായ സോഡിയത്തിന് എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് കടത്തിവിടും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ വെള്ളമുണ്ട്, അവിടെ നിന്ന് എന്ത് വന്നു? ഹൈഡ്രജൻ ഗ്യാസ് പോയി അല്ലേ? ഇവിടെ നിന്നും ക്ലോറിൻ ഗ്യാസായിട്ട് എസ്കേപ്പ് ആയതുപോലെ ഇതുവഴി എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് പോകും. അപ്പോൾ ഇതുവഴി ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് പോകുന്നു, ഇതുവഴി എന്ത് പുറത്തോട്ട് പോകുന്നു? ക്ലോറിൻ ഗ്യാസും പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ പിന്നെ ആരായിരിക്കും ഉള്ളത്? 2OH മൈനസ്. 2 ഇപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, OH മൈനസ്. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ആവശ്യം പോലെ ഉണ്ട്. അവിടേക്ക് ആര് വരുന്നു? Na+ വരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും? ഈ പറയുന്ന Na+ ഇവിടെയുള്ള OH മൈനസുമായിട്ട് ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? NaOH ഫോം ചെയ്യും. ഈ NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാസ്റ്റിക് സോഡ. ഇതാണ് കാസ്റ്റിക് സോഡ എന്നും വിളിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഒന്നുകൂടെ, ഒരു വശത്തൂടെ നമ്മൾ NaCl, അപ്പോൾ NaCl കുറേ ആൾ Naയും Cl ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ബാക്കിയുള്ള NaCl സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇതുവഴി നമുക്ക് പുറത്തോട്ട് കളയാം. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? H2O മോളിൽ നിന്ന് വരുന്നു, അത് NaOH ആയിട്ട് മാറി. ആ NaOHനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുവഴി പുറത്തേക്ക് എടുക്കാം, NaOH കിട്ടും. അങ്ങനെ നമുക്ക് NaOH എന്ന് പറയുന്ന ആൽക്കലിയും കിട്ടി. ദേ ഇവിടുന്ന് ക്ലോറിൻ എന്ന് പറയുന്ന ഗ്യാസും കിട്ടി. അതുകൊണ്ട് പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ഈ NaOHന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഈ ക്ലോറിൻ ഗ്യാസിനും ഒരുപാട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഹൈഡ്രജനും നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഒരേ സമയം നമുക്ക് 3 പ്രോഡക്റ്റുകൾ ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഇനി ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ നോക്കി പഠിച്ചാലോ? അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇൻ മോഡേൺ ഇൻഡസ്ട്രീസ് നമ്മൾ മെംബ്രെയിൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് ബ്രെയിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് വരുന്നത്? ഒരു വശത്തൂടെ നമ്മൾ NaCl സൊല്യൂഷനെ ആഡ് ചെയ്യുന്നു, മറുവശത്തൂടെ നമ്മൾ H2O സൊല്യൂഷനെ ആഡ് ചെയ്യുന്നു. അതിന് നടുക്കായിട്ട് നമ്മൾ മെമ്പറൈനെയും വച്ചിട്ടുണ്ട്. ഈ മെമ്പറൈൻ്റെ പ്രത്യേകതയാണ് എന്ത്? അയോണുകളെ ഒരു ദിശയിലോട്ട് മാത്രമേ ഇവൻ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടക്ട് ചെയ്യുക ഉള്ളൂ. അടുത്ത കാര്യം, ഇവിടെ വെച്ചിട്ട് എന്ത് പറ്റും? ഓക്കെ, വാട്ട് ആർ ദ അയോൺസ് ഫോംഡ് വെൻ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ? എന്തൊക്കെ ഉണ്ടാകും? Na+ഉം Cl മൈനസ്. വിച്ച് അയോൺ അണ്ടർഗോസ് ഓക്സിഡേഷൻ അറ്റ് ദ ആനോഡ്? സോ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ Cl മൈനസ് ആയിരിക്കും അതിനടുത്തോട്ട് പോകുന്നത്. അപ്പോൾ Cl മൈനസ് എന്ത് ചെയ്യുന്നു? പോകുന്നു, ഓക്സിഡൈസ് ആയിട്ട് Cl2 ഗ്യാസ് ആയിട്ട് മാറുന്നു, പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ. 2Cl മൈനസ് എന്തായിട്ട് മാറും? Cl2ഉം 2 ഇലക്ട്രോൺസും ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ സൊല്യൂഷനിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് Na+ഉം Cl മൈനസും ആകും. അതിൽ Cl മൈനസ് പോസിറ്റീവ് ടെർമിനലായ ആനോഡിലടുത്തേക്ക് പോകുന്നു. അത് Cl2 ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് എസ്കേപ്പ് ആകുന്നു. വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് ചേംബർ? ഇതാണല്ലോ ലെഫ്റ്റ് ചേംബർ. അവിടെ ലിബറേറ്റ് ചെയ്ത ഗ്യാസ് ഏതാണ്? ക്ലോറിൻ ഗ്യാസ്. ഓക്കെ, ഇനി Na അയോൺസ് ഇൻ ദ ലെഫ്റ്റ് ചേംബർ മൂവ് ടു ദ റൈറ്റ്. അല്ലെ, ഇവിടെയുള്ള മിച്ചമുള്ള ഈ പറയുന്ന Na+ എന്ത് ചെയ്യും? റൈറ്റ് ചേംബറിലോട്ട് പോകും. കണ്ടോ, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾസ് അണ്ടർഗോ റിഡക്ഷൻ അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ ഈ പറയുന്ന ഇലക്ട്രോൺസ് പോയിട്ട് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. അതായത് 2H2O + 2 ഇലക്ട്രോൺസ് H2 ഗ്യാസും 2 OH മൈനസും ആയിട്ട് മാറും. അപ്പോൾ ഈ H2 എന്ന് പറയുന്ന ഗ്യാസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ റൈറ്റ് ചേംബറിൽ നിന്ന് ലിബറേറ്റ് ആവുന്ന ആരാണ്? അത് H2 ഗ്യാസ് ആണ്. അതേതാണ്? H2 ഗ്യാസ് ആണ്. സോ H2 ഗ്യാസ് ആയിരിക്കും ഇവിടെ നിന്ന് ലിബറേറ്റ് ആകുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. എങ്ങനെ? ഈ പറഞ്ഞ റൈറ്റ് ചേംബറിൽ വന്ന സോഡിയവും OH മൈനസും കൂടെ ചേർന്നിട്ട് NaOH ആയിട്ട് മാറുന്നു. ഈ NaOHനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റിക് സോഡ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാസ്റ്റിക് സോഡ. ഇതാണ് നമ്മുടെ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ഇതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ആനോഡായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം അലോയി ആണ്. കാഥോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീലോ നിക്കലോ ആയിരിക്കും. മെമ്പറൈൻ ഉണ്ടല്ലോ, ആ മെമ്പറൈനാണ് പോളിമർ നാഫിയോൺ ആയിരിക്കും മെമ്പറൈനായിട്ട് ഉപയോഗിക്കുന്നത്. പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ, ക്ലോറിൻ ആൽക്കലിയും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. മെയിനായിട്ട് നമ്മളിത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ആൽക്കലി എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് പേര് പറഞ്ഞ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ് അഥവാ ബ്രൈനിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു.
സിമ്പിൾ ഇലക്ട്രോളിസിസ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ മോഡേൺ ഇൻഡസ്ട്രികൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഈ പറയുന്ന മെംബ്രെയിൻ സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല അളവിൽ എന്ത് കിട്ടും? ഈ പ്രോഡക്റ്റ് കിട്ടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് NaOHും H2 ഗ്യാസും Cl2 ഗ്യാസും കിട്ടും. എന്താണ് നടക്കുന്നത്? ആദ്യം അയോൺ ബ്രെയിനിൽ വെള്ളം, അതായത് ബ്രെയിൻ എന്ന് വെച്ചാൽ NaCl നമ്മൾ ഈ പറയുന്ന വെള്ളത്തിൽ അലിയിക്കുമ്പോൾ അവിടെ Na+ഉം Cl- ഉണ്ടാകും. ആ Cl- ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് Cl2 ഗ്യാസ് ആയിട്ട് പോകും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പറഞ്ഞ H2O 2 ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് H2 ഗ്യാസും അതുപോലെ തന്നെ 2OH- ആവും. ഈ H2 ഗ്യാസ് അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യും. അടുത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് Na+ അയോൺസ് മൈഗ്രേറ്റ് ചെയ്ത് Naയും OHും കൊണ്ട് ചേർന്നിട്ട് NaOH അഥവാ കാസ്റ്റിക് സോഡ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസസ് ഓർത്തു വയ്ക്കണം. സോപ്പുകളുടെയും ഡിറ്റർജൻറ്റുകളുടെയും നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബോക്സൈറ്റിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ബോക്സൈറ്റിൽ നിന്നാണ് അലുമിനിയം കിട്ടുന്നത്. പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. റയോണിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ആസ്പിരിൻ പോലെയുള്ള മെഡിസിൻസിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് വായിച്ച് പഠിച്ചു വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. അപ്പോൾ NaOHന് ഇൻഡസ്ട്രിയലി ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സോപ്പുകളുടെയും ഡിറ്റർജൻറ്റുകളുടെയും നിർമ്മാണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സാധനം അല്ലേ? ബേസിക് ആയിട്ടുള്ള സാധനം എപ്പോഴും സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. കാരണം സോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസാണ്. ഓക്കെ, അടുത്ത് ബോക്സൈറ്റിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. പേപ്പർ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. റയോൺ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഫൈബർ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആസ്പിരിൻ പോലുള്ള മെഡിസിൻ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സും സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇത് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഒന്നുമില്ല, ഹൈഡ്രോജനും ക്ലോറിനും പരസ്പരം ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും, അല്ലെങ്കിൽ ഹൈഡ്രോജൻ ക്ലോറൈഡ് കിട്ടും. ഇത്രയേ ഉള്ളൂ, തീർന്നു. ഏറ്റവും എളുപ്പമുള്ള മാനുഫാക്ചറിങ് ആണ്. ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രോജൻ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രോജനും ക്ലോറിനും കൂടെ ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് അത് ചെയ്തു വെക്കുന്ന കണ്ടെയ്നർ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ HCl ഓവൻ എന്നോ HCl ബർണർ എന്നോ വിളിക്കും. അവിടെ നിന്ന് കിട്ടുന്ന HCl നമ്മൾ ഡീഅയണൈസ്ഡ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? നമുക്ക് അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള HCl കിട്ടും. തീർന്നു, ഇത്രയേ ഉള്ളൂ HCl. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ബേസിക്കായ സാധനമാണ്. അപ്പോൾ സോപ്പ് ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അലുമിനിയത്തിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പേപ്പർ ഉൽപ്പാദിപ്പിക്കാൻ, റയോൺ ഉൽപ്പാദിപ്പിക്കാൻ, ആസ്പിരിൻ ഉൽപ്പാദിപ്പിക്കാൻ. ഓക്കെ, അടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എളുപ്പമാണ്. H2 + Cl2 ഗീവ്സ് 2HCl. ഒറ്റ റിയാക്ഷൻ ഓർത്ത് വെച്ചാൽ റിയാക്ഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നടക്കുന്ന സ്ഥലത്തിന് നമ്മൾ HCl ഓവൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ബർണർ എന്ന് വിളിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു. നമ്മളതിനെ ഡീഅയണൈസ്ഡ് വാട്ടർ. എന്താ ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും അതിനകത്ത് കാണുന്ന Hഉം Oയും അല്ലാത്ത മറ്റ് മിനറലുകളെയൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യരുത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാതിരിക്കണം. പ്യുവർ വാട്ടർ എന്ന് പറയുന്ന സാധനം ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പറയുന്നതിൽ നമ്മളിതിനെ അലിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. അപ്പോൾ ഹൈഡ്രോജൻ ക്ലോറൈഡിനെ ഡീഅയണൈസ്ഡ് വാട്ടർ ലയിപ്പിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. ഓക്കെ, അടുത്ത യൂസസ് ആണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉള്ളതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഒന്ന്, ടേബിൾ സോൾട്ടിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പോളി വിനൈൽ ക്ലോറൈഡ് എന്ന PVC, അത് വിനൈൽ ക്ലോറൈഡ് ഉണ്ട്, നമ്മൾ മുന്നത്തെ ഒരു ചാപ്റ്റർ അത് പഠിച്ചിട്ടുള്ളതുമാണ്. അക്വാ റീജിയ അഥവാ റോയൽ വാട്ടർ എന്ന് വെച്ചാൽ ഈ പറയുന്ന HClഉം നൈട്രിക് ആസിഡിൻ്റെ ഒരു മിക്സാണ്. ഇത് ഗോൾഡൊക്കെ ലയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ അലിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതാണ് അക്വാ റീജിയ. നമ്മൾ റോയൽ വാട്ടർ എന്നൊക്കെ പറയും. അതുപോലെ ഓർഗാനിക് ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഫെർട്ടിലൈസർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മെറ്റലുകൾ റിഫൈൻ ചെയ്യാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ യൂസസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ടേബിൾ സോൾട്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, ഡൈസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, PVC നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അക്വാ റീജിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഓർഗാനിക് ഇൻഓർഗാനിക് കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ, ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കാൻ, അതുപോലെ എന്താണ് മെറ്റലുകൾ റിഫൈൻ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. തെറ്റല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. NaOH പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. അതിലുപയോഗിക്കുന്ന സെല്ല് എന്താണ്? മെംബ്രെയിൻ സെല്ല്. ഒരു വശത്തൂടെ NaCl ആഡ് ചെയ്യും, മറുവശത്തൂടെ വെള്ളം ആഡ് ചെയ്യും. NaCl Na+ഉം Cl- ആകും. Cl- ആനോഡിൽ പോകും, അത് ഓക്സിഡൈസ് ആകും. അടുത്ത് H2O കാഥോഡിൽ പോകും, റെഡ്യൂസ് ആകും. അങ്ങനെ Clഉം H2Oയും പോയി, പിന്നെ ഉള്ളത് Naയും OHും രണ്ടും കൂടെ ചേർന്നിട്ട് NaOH അഥവാ കാസ്റ്റിക് സോഡ ഉണ്ടാവുന്നു. സെറ്റ്. ലാസ്റ്റ് ഓക്കെ അല്ലേ? അപ്പോൾ യൂസസ് എന്താണ്? ഒന്നുകൂടെ, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? പോളി വിനൈൽ ക്ലോറൈഡ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
ഇൻഓർഗാനിക് കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ, ഫെർട്ടിലൈസർ, മെറ്റലുകളുടെ റിഫൈനിങ്ങിന്, ഡൈസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ടേബിൾ സോൾട്ടിൻ്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? HCl യൂസ് ചെയ്യും. കിട്ടിയല്ലോ, സെറ്റല്ലേ? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹൈഡ്രജനെയും ക്ലോറിനെയും കൂടി ചേർത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? HCl കിട്ടും. H2Cl2 2HCl. ഇതിന് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ അഥവാ റീഅയണൈസ്ഡ് വാട്ടർ ലയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. ഇത് നമ്മൾ HCl എന്ന് വെറുതെ പറയും, ഹൈഡ്രോജൻ ക്ലോറൈഡ് ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോൾട്ടിലോട്ട് പോവാം. സോൾട്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്, സിമ്പിൾ സംഭവമാണ്. ഒറ്റ കാര്യമുള്ളൂ. നമുക്കറിയാം ആസിഡ് പ്ലസ് ബേസ്, ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്രലൈസേഷൻ. ഇതാണ് വിളിക്കുന്ന പേര്, ന്യൂട്രലൈസേഷൻ. ആസിഡും ബേസും കൂടെ ന്യൂട്രലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സോൾട്ട് പ്ലസ് എന്താണ്? വാട്ടർ. ഇതാദ്യം പഠിച്ചു വയ്ക്കുക. ആസിഡും ബേസും തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്നത് സോൾട്ടും വാട്ടറും. ഇനി നോക്കണേ, ആസിഡ് ആയാലും ബേസ് ആയാലും നമുക്കൊരു രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, സ്ട്രോങ് എന്നും വീക്ക് എന്നും. സ്ട്രോങ് എന്നും വീക്ക് എന്നും. HCl, H2SO4 ഒക്കെ സ്ട്രോങ് ആണ്. എന്നാൽ H2CO3 പോലെയുള്ളതൊക്കെ എന്താണ്? വീക്ക് ആസിഡാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ NaOH ഒരു സ്ട്രോങ് ബേസാണ്. എന്നാൽ ഈ പറയുന്ന അമോണിയ NH3 ഒരു വീക്ക് ബേസാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആസിഡുകളെയും ബേസുകളെയും സ്ട്രോങ് എന്നും വീക്ക് എന്നും തിരിക്കാം. ഇവിടെ നിന്നാണ് കാര്യം വരുന്നത്. അപ്പോൾ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അത് കാരണം ഉണ്ടാകുന്ന സോൾട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ സോൾട്ട് 3 രീതിയിലാകാം. ഒന്ന്, ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ആകാം. എന്താകാം? ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ആകാം. എപ്പോഴെന്ന് വെച്ചാൽ ഈ ഉപ്പിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അത് ന്യൂട്രൽ ആകാം. എന്തായിട്ട് മാറാം? അത് അസിഡിക് ആകാം. അത് എന്തായിട്ട് മാറാം? ബേസിക് ആകാം. ഇത് എപ്പോഴെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് പിടികിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെടാ, ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് സോൾട്ടും വാട്ടറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ന്യൂട്രലൈസേഷൻ. അങ്ങനെ കിട്ടിയ സോൾട്ടിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന സൊല്യൂഷൻ അസിഡിക് ആകാം, ബേസിക് ആകാം, ന്യൂട്രൽ ആകാം, ബേസിക് ആകാം. എപ്പോഴാണ് അസിഡിക് ആവുന്നത്, എപ്പോഴാണ് ബേസിക് ആവുന്നത്, എപ്പോഴാണ് ന്യൂട്രൽ ആവുന്നത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മൾ അസിഡിക് സോൾട്ട് കിട്ടണമെങ്കിൽ നോക്കടാ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡും വീക്ക് ആയിട്ടുള്ളൊരു ബേസും തമ്മിലാണ് ന്യൂട്രലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് അസിഡിക്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസും തമ്മിലാണ് ന്യൂട്രലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് ന്യൂട്രൽ. വീക്ക് ആയിട്ടുള്ള ആസിഡും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു സോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരാണോ സ്ട്രോങ് അവൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അസിഡിക് സോൾട്ട്, സ്ട്രോങ് ബേസ് ആണെങ്കിൽ ബേസിക് സോൾട്ട്. ഇനി രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ രണ്ടുപേരുടെ എഫക്റ്റും ക്യാൻസൽ ചെയ്ത് പോകും. കിട്ടുന്നത് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇത് പഠിച്ചാൽ ഈ ഭാഗം കിട്ടി. ഇനി നമുക്കിത് എക്സാമ്പിൾസ് വെച്ച് പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ? ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. വാട്ട് ഈസ് ദ സോൾട്ട് ഫോംഡ് വെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NaOH, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ HCl. നമുക്ക് എന്ത് കിട്ടും? NaCl അതുപോലെ തന്നെ H2O കിട്ടും. ബാലൻസ് റിയാക്ഷൻ ഒന്നുമല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നതാണ്. ഈ Na ചേർന്നിട്ട് Naയും HClൻ്റെ Cl ചേർന്നിട്ട് NaCl കിട്ടും. OH H കൂടെ ചേർന്നിട്ട് H2O കിട്ടും. ഇതിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പർ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഒബ്സർവേഷൻ കാണും? അവിടെ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. കാരണം ഇവർ രണ്ടുപേരും എന്താണ്? സ്ട്രോങ് ആണ്. സോ സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇനി എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആകണമെന്നൊന്നുമില്ല. നമ്മൾ NaCl എടുത്തപ്പോഴത്തേക്കും നോ കളർ ചേഞ്ച് ഉണ്ടായി, ന്യൂട്രലാണ്. NH4Cl എടുത്തു. അപ്പോൾ NH4Cl നിങ്ങൾ അറിഞ്ഞിരിക്കണം, NH4Cl. അപ്പോൾ ഈ Cl വന്നത് എന്തായാലും HCl നിന്നായിരിക്കും, NH4 വന്നത് NH3 നിന്നും ആയിരിക്കും. HCl ആണ് ഇവിടുത്തെ ആസിഡ് എന്ന് പറയുന്നത്, NH3 ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഈ HCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡ് ആണെന്നും NH3 എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസും ആണെന്ന് നിങ്ങൾക്കറിയാം. അറിയില്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് പഠിച്ചു വെച്ചു. അപ്പം നിങ്ങൾ പറ, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേരുമ്പോൾ കിട്ടുന്ന സോൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞേ? ആരാണോ സ്ട്രോങ് അവൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതെന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കോണ്ടാക്റ്റിൽ വന്നാൽ
അസിഡിക് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസ് വരുമ്പോഴത്തേക്കും ഇവിടെ നോ ചേഞ്ച് ആയിരിക്കും. കാരണം റെഡ് അല്ലെ, ബ്ലൂവിനെ റെഡ് ആക്കുന്നതാണ് ആസിഡ്. അതൊക്കെ അറിയാമല്ലോ അല്ലേ? അതിൻ്റെ അർത്ഥം ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് ആണ്. ഇനി നോക്ക്, Na2CO3. Na2CO3. അപ്പോൾ Na2CO3. അപ്പോൾ CO3 വന്നേക്കുന്നത് H2CO3 കാർബോണിക് ആസിഡിൽ നിന്നും Na2 വന്നേക്കുന്നത് NaOHൽ നിന്നായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ H2CO3 എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. NaOH ആണെങ്കിൽ എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ആണ് അല്ലേ? അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആകുമ്പോൾ സൊല്യൂഷൻ എന്തായിട്ട് മാറും? അത് ബേസിക് സോൾട്ട് ആയിട്ട് മാറും. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുമോ? ഇല്ല. പക്ഷേ അത് റെഡിനെ എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റും. കാരണം ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ബേസിക് ആയിരിക്കും. ഇത് നിങ്ങൾ ലാബ് ചെയ്ത് നോക്കണം, ഞാനത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. when certain salt dissolve in water they do not exhibit acidic or basic nature. such salt are called neutral salt. അപ്പോൾ നമ്മൾ പഠിച്ച NaCl ഒരു ന്യൂട്രൽ സോൾട്ട്. എന്നാൽ ഓക്കെ, salt that undergo hydrolysis when dissolved in water to give acidic solutions is called acidic salt. NH4Cl, NH4 twice SO4 ഒക്കെ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ഇനി salt undergoes hydrolysis when dissolved in water to give a basic salt solution, then this is called basic salt. Na2CO3, CH3COO, Naയും എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നടന്ന പ്രോസസ്സാണ് സോൾട്ട് ഹൈഡ്രോളിസിസ്. ഉപ്പിനെ വെള്ളത്തിൽ ചേർക്കുന്നതാണ് സോൾട്ട് ഹൈഡ്രോളിസിസ്. This is the process by which anions and cations or both of the salt react with the water to form a solution that has acidic or basic nature. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സോൾട്ട് ഉണ്ടല്ലോ, ഈ സോൾട്ടിനെ നമ്മൾ വെള്ളവുമായിട്ട് ചേർക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് അയോൺസ് ആയിട്ടുള്ള ആനിയോണുകളും പോസിറ്റീവ് അയോൺസ് ആയിട്ടുള്ള കാറ്റിയോണുകളും ഉണ്ടാകും. ഇതിൽ ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടുതൽ അതായിരിക്കും അവിടുത്തെ അസിഡിക്കും ബേസിക്കും ക്യാരക്ടേഴ്സ് തീരുമാനിക്കുന്നത്. പോസിറ്റീവ് ആണ് കൂടുതലെങ്കിൽ അത് അസിഡിക് ആയിരിക്കും, നെഗറ്റീവ് ആണ് കൂടുതലെങ്കിൽ അത് എന്തായിരിക്കും? ബേസിക്കും ആയിരിക്കും. ഓക്കെ, സോ വിച്ച് ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് പ്രൊഡ്യൂസ് NaCl? അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതാണ്? HClഉം NaOH അല്ലേ? Where acid and base are strong, the salt obtained by the reaction of the strong acid and strong base will be neutral. തൊട്ടുമുമ്പ് പറഞ്ഞ പോയിന്റ് എന്തിനാ വീണ്ടും കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. അത് എന്തായിരിക്കും? അത് ന്യൂട്രൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ നമ്മൾ ഈ പറഞ്ഞ NaCl ഉണ്ടല്ലോ, നമ്മളത് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോഴേ, ഇതിപ്പോൾ കോൺജുഗേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവിടെ വേണ്ട എങ്കിലും അറിഞ്ഞു വയ്ക്കുക, Na പ്ലസും Cl മൈനസും ആവും. ഇവർ രണ്ടുപേരും അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് അത് ന്യൂട്രലായി പോകും എന്ന് മനസ്സിലാക്കി വെച്ചു. ഇനി ഇവിടെ നോക്കിയേ, NH4Clന്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? NH3യും അതുപോലെ HClഉം ഇവർ വെള്ളത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ Cl മൈനസും NH4 പ്ലസും ഉണ്ടാവും. ഇതിൽ Cl മൈനസ് അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് ഒന്നും ചെയ്യാതെ അവിടെ കിടക്കും. അപ്പോൾ ഈ പറഞ്ഞ NH4 പ്ലസിൻ്റെ അളവോടെ കൂടും. അങ്ങനെ വേണ്ട, അതിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആ കോൺസെപ്റ്റ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ NH4 പ്ലസിൻ്റെ അളവ് അല്ലെങ്കിൽ ഇവൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാകുന്ന കാരണമാണ് ഇതെന്തായിട്ട് മാറുന്നത്? അസിഡിക് ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ NH4 ഒന്ന് ബേസ് ചെയ്യുന്നല്ല? അതെ, ബേസിൽ നിന്നൊക്കെ തന്നെയാണ് വന്നത്. എങ്കിലും ഈ NH4 പ്ലസ് അതാണ് നമ്മൾ ബേസിസിറ്റി ഓഫ് ആസിഡ് എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. അന്ന് ഞാൻ ഇതിൻ്റെ ഒരു ക്ലൂ തന്നിരുന്നു. എങ്കിലും ഓക്കെ, സോ വിച്ച് ഓഫ് ദീസ് ഈസ് സ്ട്രോങ്, ആസിഡ് ഓർ ബേസ്? ഇവിടെ ആസിഡ് ആണ് സ്ട്രോങ്. സോ സോൾട്ട് ഫോം ബൈ എ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. Na2CO3ൻ്റെ കേസ് നമ്മൾ എന്തായാലും H2CO3യും അതുപോലെ തന്നെ എന്താണ്? NaOH ആണ്. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇവിടെ ബേസ് ആണ് സ്ട്രോങ്, ഇവിടെ ബേസ് ആണ് സ്ട്രോങ്. സോ ആസിഡ് എന്തായി? ബേസിക് ആയിട്ട് മാറും. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് സോൾട്ടിൻ്റെ കേസ്. അപ്പോൾ സോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രലൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒന്നാണ്. സോൾട്ട് 3 തരത്തിലുണ്ട്: ന്യൂട്രൽ, അസിഡിക്, ബേസിക്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ NaCl പോലെ അതെന്തായിരിക്കും? നോ ഹൈഡ്രോളിസിസ് നടക്കത്തില്ല. എന്തായിരിക്കും? അത് 7 അടുപ്പിച്ച് വരും, ന്യൂട്രൽ ആയിരിക്കും. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ എന്തായിരിക്കും? അത് ബേസിക് സൊല്യൂഷനും ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. വെറുതെ പഠിച്ചാൽ പോരാ, ഈ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ആ ഉദാഹരണം വെച്ചിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. അതായത് വെറുതെ ഇതുപോലെ അങ്ങ് എഴുതി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. എക്സാം പാടായെന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. ഉദാഹരണം കെമിസ്ട്രിയിൽ ഉദാഹരണങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പഠിച്ചാൽ കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സോൾട്ട് വെള്ളത്തിൽ ലയിക്കുന്ന സമയത്ത് അത് ആനിയോണുകളും കാറ്റിയോണുകളുമായിട്ട് മാറുകയും
അത് സൊല്യൂഷൻ അസിഡിക് ബേസിക് ന്യൂട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. തീർന്നു. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോട്ട് എത്തുകയാണ് ഫെർട്ടിലൈസർ. എന്താണ് ഫെർട്ടിലൈസർ? നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസറുകൾ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ആകാം, ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസുകളും ആകാം. ഒറ്റ ജോലിയേ ഉള്ളൂ, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ദ പ്ലാന്റ്സ് ആർ കോൾഡ് ഫെർട്ടിലൈസേഴ്സ്. ചെടികൾക്ക് ന്യൂട്രിയൻസ് കൊടുക്കുന്ന ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെർട്ടിലൈസർ എന്ന് വിളിക്കും. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. ഫെർട്ടിലൈസറിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഇത് നേരത്തെ ടേബിളാണ്, ഡൗട്ടുള്ളവർക്ക് നോക്കാം. ഓക്കെ, ഫെർട്ടിലൈസേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. നാച്ചുറൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ചെടിയിൽ സ്വന്തമായിട്ട്, ചെടിക്ക് വെള്ളവും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആണുള്ളതെന്ന് അറിയാലോ. അതിൽ നിന്നും ചെടിക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ ന്യൂട്രിയൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, ദീസ് എലമെന്റ്സ് ആർ ദ നാച്ചുറൽ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഡയറക്ട്ലി ഫ്രം ദ എയർ ആൻഡ് വാട്ടർ. അപ്പോൾ ഒരു ചെടി എയറിൽ നിന്നും വാട്ടറിൽ നിന്നും നാച്ചുറലായി വലിച്ചെടുക്കുന്ന സബ്സ്റ്റൻസുകളാണ് നാച്ചുറൽ ന്യൂട്രിയൻസ്. എന്നാൽ ചെടിയുടെ വളർച്ചയ്ക്ക് അതുമാത്രം പോരാ. പ്രോട്ടീൻസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെടികളിൽ എന്ത് വേണം? മറ്റു കുറച്ച് ആൾക്കാർ വേണം. ആരൊക്കെ വേണം? അതിലാണ് നമുക്ക് ന്യൂട്രിയൻസിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പ്രൈമറി ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്. എന്താണ് പ്രൈമറി? ചെടിക്ക് നല്ല അളവിൽ ഈ പറയുന്ന സാധനം കിട്ടിയാലേ നല്ല രീതിയിൽ വളരാൻ പറ്റുള്ളൂ. അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണ്ട ഈ പറഞ്ഞ ന്യൂട്രിയൻറ്റുകളെയാണ് നമ്മൾ പ്രൈമറി എന്ന് വിളിക്കുന്നത്. 3 എണ്ണം NPK എന്ന് ആലോചിച്ചാൽ മതി. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നിങ്ങളിത് വീടിനടുത്തൊക്കെ വളം ഡിപ്പോയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചാക്കുകളുടെ മുകളിലായിട്ട് ഇങ്ങനെ NPK എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ തെങ്ങിനൊക്കെ വളമിടാനായിട്ട് നിങ്ങൾക്ക് തെങ്ങും തോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വീട്ടിലവർ വാങ്ങിച്ചു വെച്ചേക്കുന്ന ചാക്കുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ചാക്കുകളുടെ മുകളിൽ NPK എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളണം. ഇതിൻ്റെ അർത്ഥം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നാണ്. ഇവരാണ് പ്രൈമറി ന്യൂട്രിയൻസ്. ഇനി ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണ്ട ആൾക്കാരുണ്ട്. കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ സൾഫർ. അവരെ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് വിളിക്കും. ഇനി വളരെ ചെറിയ അളവിൽ മതി. അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ, മോളിബെഡനം പോലെയുള്ളവ. ഇതിനെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഫെർട്ടിലൈസേഴ്സ്. തീർന്നു. അപ്പോൾ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയ സബ്സ്റ്റൻസ് ആണ്. അത് ചെടിക്ക് എന്ത് കൊടുക്കും? ന്യൂട്രിയൻസ് കൊടുക്കും, അല്ലേ? എലമെന്റ്സ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ. ഇത് ചെടിക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ന്യൂട്രിയൻറ്റുകൾ. അടുത്ത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെയുള്ളവ ചെടിക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വേണം. അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ന്യൂട്രിയൻറ്റ്. അപ്പോൾ ഇത് മാറിപ്പോലെ, ഇത് നാച്ചുറൽ, ഇത് പ്രൈമറി. എന്നാൽ ലോ എമൗണ്ട് ഓഫ് കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ ചെടിക്ക് വേണം. സ്മോൾ എമൗണ്ടിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ന്യൂട്രിയൻസ്. ഇനി വളരെ ചെറിയ അളവിൽ വേണ്ടവരെയാണ് മൈക്രോ ന്യൂട്രിയൻസ്. അയനും മാംഗനീസും എങ്കിലും മിനിമം എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഇനി ഇങ്ങനെയുള്ള ഒരു ന്യൂട്രിയൻസ് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, ആ ഫെർട്ടിലൈസറിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി എന്തൊക്കെയാണ്? അതായത് നമ്മൾ ഫെർട്ടിലൈസർ വെള്ളത്തിൽ ഇൻസോല്യൂബിൾ ആണെങ്കിൽ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ക്യാൻ പ്ലാന്റ് യൂട്ടിലൈസേഴ്സ് ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ? നോ. വാട്ടർ സോല്യൂബിൾ ആയ സാധനമേ ചെടിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത്, ഇഫ് എ ഫെർട്ടിലൈസർ ഡീകമ്പോസസ് ടു ക്വിക്ലി വിൽ ഇറ്റ് ബി ബെനിഫിഷ്യൽ ടു ദ പ്ലാന്റ്സ്? നോ. പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകുമെങ്കിൽ ചെടിക്ക് പിന്നെ വലിച്ചെടുക്കാൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇല്ലാത്ത ഒന്നാകണം ഫെർട്ടിലൈസർ. അപ്പോൾ ഒരു ഫെർട്ടിലൈസറിന് വേണ്ട എസെൻഷ്യൽ ക്വാണ്ടിറ്റികൾ അല്ലെങ്കിൽ ക്വാളിറ്റികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈസിലി അവൈലബിൾ ടു പ്ലാന്റ്സ്. ഈ പറയുന്ന സാധനം നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞ് ഇത് ചെടിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? വലിച്ചെടുക്കാൻ പറ്റണം. അത് വെള്ളത്തിൽ സോല്യൂബിൾ ആയിരിക്കണം. മാത്രമല്ല അത് സ്റ്റേബിൾ ആയിട്ട് മണ്ണിൽ കുറേ സമയത്തേക്ക് ഇരിക്കണം. എന്നാലേ ചെടിക്ക് അത് അവൈലബിൾ ആവുകയുള്ളൂ. അടുത്ത്, ദേ ഷുഡ് നോട്ട് കോസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ടു ദ pH ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ pHനെ അത് എന്ത് ചെയ്യരുത്? നല്ല അളവിൽ മാറ്റരുത്. ബേസിക് ആയിട്ടൊക്കെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ലെവലിൽ എപ്പോഴും നിർത്തണം. അസിഡിക്ക് അധികമാകരുത്, ബേസിക്കും അധികമാകരുത്. മാത്രമല്ല ദേ ഷുഡ് നോട്ട് ബി ടോക്സിക് ടു പ്ലാന്റ്സ് ഓർ ആനിമൽസ് എന്നും കൂടെ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. മൃഗങ്ങൾക്കോ ചെടികൾക്കോ അപകടകരമായിട്ടുള്ള വസ്തു ആകരുത് ഫെർട്ടിലൈസർ. ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരു തവണ വായിച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്നതായിരിക്കും, അല്ലേ? അത് അവൈലബിൾ ആയിരിക്കണം, വെള്ളത്തിൽ അലിയണം, അത് സ്റ്റേബിളായി മണ്ണിൽ തന്നെ കിടക്കണം. pHനെ അത് മാറ്റാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്? pH മാറ്റരുത്. അതുപോലെ തന്നെ അത് ചെടിക്ക് ടോക്സിക്കും ആകരുത്. അങ്ങനെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒരുപാടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് NPK നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ്, P4 ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ്. അതിൻ്റെ കുറച്ച് എഫക്റ്റും എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. ഇതുകൂടെ പറയുമ്പോൾ ചാപ്റ്റർ തീരുന്നു.
നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് നൈട്രോജനാണ് ഗ്രോത്തിന് സഹായിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ബിൽഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണെങ്കിൽ അതുപോലെ ചെടിക്ക് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് നൈട്രോജൻ വേണം. അപ്പോൾ ബോഡി ബിൽഡ് ചെയ്യുമെന്ന് അറിയാമല്ലോ, അപ്പോൾ ഗ്രോത്ത് സഹായിക്കും. എക്സാമ്പിളാണ് അമോണിയം സൾഫേറ്റ്, കാൽഷ്യം സിനമൈഡ്, യൂറിയ, സോഡിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പോൾ അതിൽ നൈട്രേറ്റ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ജോലി എന്താണ്? ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് തന്നെയാണ്, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതും കൂടെയാണ്. അമോണിയം ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഉദാഹരണം. പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സും ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്, ഇമ്മ്യൂണിറ്റിയും കൂട്ടും. അപ്പോൾ കണ്ടോ, നൈട്രോജനിൽ ഗ്രോത്ത് മാത്രം, ഫോസ്ഫേറ്റിൽ ഗ്രോത്തും പ്രൊഡക്ടിവിറ്റിയും, പൊട്ടാഷിൽ ഗ്രോത്തും പ്രൊഡക്ടിവിറ്റിയും ഇമ്മ്യൂണിറ്റിയും വരും. അതാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്, മാംഗനീസ് സൾഫേറ്റ് അല്ലെ മഗ്നീഷ്യം സൾഫേറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസറുകൾ വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള 7ാമത്തെ യൂണിറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലേറ്റസ്റ്റ് അസസ് ഭാഗത്തിൻ്റെ ക്ലാസ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.